എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസത്തെ രണ്ടാമത്തെ CBE പരിപാടിയുടെ വീഡിയോ ആണിത്. CBE പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി 22-ാം തീയതി വ്യാഴാഴ്ചയാണ്. നവജാത ശിശു പരിചരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് CBE പരിപാടി സംഘടിപ്പിക്കേണ്ടത്. നവജാത ശിശു പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഗുണഭോക്താക്കൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതും ക്ലാസ് എടുക്കേണ്ടതും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതേ സെയിം നോട്ട് തന്നെ PDF ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ടുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു CBE പരിപാടിയിൽ പ്രധാനമായിട്ടും പങ്കെടുപ്പിക്കേണ്ടത് ഗർഭിണികളെയും പാലൂട്ടുന്ന അമ്മമാരെയും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെയാണ്. കൂടാതെ ഈ ഒരു CBE പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തണം. സുപോഷൻ ദിവസ് എന്ന തീമിലാണ് ഈ ഒരു CBE പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫെബ്രുവരി മാസം നമുക്ക് 2 CBE പരിപാടികളാണ് ഉള്ളത്. ഒന്ന് 8-ാം തീയതിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു CBE പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. അതിനുശേഷം 22-ാം തീയതിയിലെ CBE പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ 8-ാം തീയതിയിലെ CBE പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നും എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. അതുപോലെ തന്നെ 22-ാം തീയതിയിലെ CBE പരിപാടി പോഷൻ ട്രാക്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചും നോക്കാം. 22-ാം തീയതിയിലെ CBE പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവൻറ്റ്സ് എന്ന ഒരു ഓപ്ഷൻ കാണും. മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് CBE എന്ന ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ആയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8-ാം തീയതി സംഘടിപ്പിച്ച CBE പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് സബ്മിറ്റ് ആയിട്ടുണ്ടോ, റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ CBE പോഷൻ ട്രാക്കിൽ വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് നമുക്കിവിടെ ലാസ്റ്റ് ഓർഗനൈസ്ഡ് CBE ദിസ് മന്ത് എന്ന ഒരു ഹെഡിങ് കാണും. അതേപോലെ തന്നെ 8/2/2024 എന്ന ഒരു തീയതിയും പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന ഒരു തീമും നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇനി അഥവാ ഈ രീതിയിൽ ഇവിടെ കാണുന്നില്ല, ഇതേപോലെ ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ തവണത്തെ CBE രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ അത് രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടോ മറ്റോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം 8-ാം തീയതിയിലെ CBE പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം 22-ാം തീയതിയിലെ CBE പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരു ദിവസം ഒരു CBE മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ 22-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ 8-ാം തീയതിയിലെ CBE രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 22-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ അത് രേഖപ്പെടുത്തുക. അതിനുശേഷം 22-ാം തീയതിയിലെ CBE രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ 22-ാം തീയതിയിൽ CBE രേഖപ്പെടുത്തുന്നതിനായിട്ട് ആദ്യം ഡിഡ് യു ഓർഗനൈസ്ഡ് CBE ദിസ് മന്ത് എന്ന ഭാഗത്ത് യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ഇവൻ്റ് എന്ന ഭാഗം കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 22/02/2024 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ ഈ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെലക്ട് ദ തീം ഫോർ CBE എന്ന് കാണും. ഇവിടെയാണ് നമ്മൾ തീം സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒരു സെലക്ട് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സുപോഷൻ ദിവസ് എന്ന ഒരു തീം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു CBE സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം നമുക്ക് ഇതേപോലെ ആഷ് കളറിലായിരിക്കും കാണുക. പിറ്റേ ദിവസമാണത് റിഫ്ലക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ, ഈ ഒരു ചിത്രത്തിൽ കാണുന്ന രീതിയിലായിരിക്കും അത് കാണാൻ സാധിക്കുക. അതായത് ലാസ്റ്റ് ഓർഗനൈസ്ഡ് CBE ദിസ് മന്ത് എന്ന ഒരു ഹെഡിങ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയ 8-ാം തീയതിയിലെ CBEയും 22-ാം തീയതിയിലെ CBEയും ഇതേപോലെ ലിസ്റ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 22-ാം തീയതിയിലെ CBE ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. CBE കൃത്യമായിട്ട് സംഘടിപ്പിക്കുക, അത് പോഷൻ ട്രാക്കറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അത് പിറ്റേ ദിവസം രേഖപ്പെടുത്തിയത് റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ CBE സംഘടിപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.